പുതുതലമുറയുടെ സമഗ്ര വളർച്ചയ്ക്കായി സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾ മുള്ളൂർക്കര. CBSE കരിക്കുലം, അക്കാഡമിക് എക്സലൻസ്, ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ് ആൻഡ് മാനേജ്മെന്റ്, co-curricular activities for skill development, communicative English, sports coaching, well-equipped science, computer labs and school library, safe transportation. 2026-27 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. Contact 9562 482835. മച്ചാടി തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൗരാണികവും അമൂല്യവുമായ സ്വർണ്ണ തിരുമുഖം ഗോളക അപ്രത്യക്ഷമായ സംഭവത്തിൽ അടിയന്തര അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി ദേവസ്വം ഓംബുഡ്സ്മാനെ സമീപിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് പൊതുപ്രവർത്തകനും മണലത്ര സ്വദേശിയുമായ അനീഷ് കണ്ടമാട്ടിൽ ഓംബുഡ്സ്മാന് പരാതി നൽകിയത്. ദേവിയുടെ വിഗ്രഹത്തിന് മേൽ ചാർത്തുന്ന രത്നക്കല്ലുകൾ പതിച്ച വിലമതിക്കാനാകാത്ത സ്വർണ്ണ തിരുമുഖമാണ് ഭക്തർ ദേവി സ്വരൂപമായി സങ്കല്പിച്ച് ആരാധിച്ചു പോന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ക്ഷേത്രത്തിൽ ചാർത്തിയിരിക്കുന്നത് ഈ യഥാർത്ഥ തിരുമുഖമല്ലെന്നാണ് പരാതിയിൽ പറയുന്നത്. 2021 ഡിസംബർ 14, 15, 16 തീയതികളിൽ ക്ഷേത്രത്തിൽ നടന്ന അഷ്ടമംഗല പ്രശ്നത്തിലാണ് നിലവിൽ ചാർത്തിയിരിക്കുന്നത് ഭഗവതിയുടെ പഴയ അമൂല്യ തിരുമുഖമല്ലെന്ന കാര്യം തെളിഞ്ഞത്. യഥാർത്ഥ ഗോളക എവിടെയോ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അത് എത്രയും വേഗം കണ്ടെത്തി ചാർത്തിയാൽ മാത്രമേ ദേവീ ചൈതന്യം പൂർണ്ണ രൂപത്തിൽ സിദ്ധിക്കൂ എന്നും അഷ്ടമംഗല പ്രശ്നത്തിൽ പ്രവചിച്ചിരുന്നു. നിലവിലുള്ള തിരുമുഖം ഏതോ ഒരു ഭക്തൻ പിന്നീട് വഴിപാടായി നൽകിയതാണെന്നും ഇതിന് പഴയ തിരുമുഖവുമായി സാമ്യമോ ചൈതന്യമോ ഇല്ല എന്നും മേൽശാന്തിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞതായും പരാതിക്കാരൻ വ്യക്തമാക്കുന്നു. പഴയ തിരുമുഖത്തെക്കുറിച്ച് ഭക്തർ അന്വേഷിച്ചപ്പോൾ പരസ്പര വിരുദ്ധമായ മറുപടികളാണ് അധികൃതരിൽ നിന്നും ലഭിച്ചത്. തിരുമുഖം ദേവസ്വം ഓഫീസർ കൊണ്ടുപോയെന്ന് മേൽശാന്തി പറയുമ്പോൾ 3 തിരുമുഖങ്ങൾ മേൽശാന്തിയുടെ ചുമതലയിലുണ്ടായെന്നാണ് വിവരാവകാശ രേഖയിൽ പനങ്ങാട്ടുകര ദേവസ്വം ഓഫീസർ മറുപടി നൽകിയത്. പണ്ടാരവക വസ്തുക്കൾ ദേവസ്വം കമ്മീഷണറുടെ കസ്റ്റഡിയിലാണെന്ന് മേൽശാന്തി വീണ്ടും തിരുത്തി പറഞ്ഞെങ്കിലും അങ്ങനെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് ദേവസ്വം കമ്മീഷണർ വ്യക്തമാക്കിയത്. അമൂല്യമായ സ്വർണ്ണ തിരുമുഖം അപ്രതീക്ഷിതമായത് ഭക്തരെ ഏറെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നീതിപൂർവവും നിഷ്പക്ഷവുമായ അടിയന്തര അന്വേഷണം നടത്തി ഭഗവതിയുടെ പഴയ സ്വർണ്ണ തിരുമുഖം കണ്ടെത്തണമെന്ന് ഓംബുഡ്സ്മാന് നൽകിയ പരാതിയിൽ അനീഷ് കണ്ടമാട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. You are watching VCV News.